ഫോൺ വിലടിക്കുന്നു. ഫോൺ എടുക്ക്. എടുക്കുന്നില്ല. ഏതെങ്കിലും സ്വർഗത്തിലെ കട്ടുറുമ്പാവും വിളിക്കുന്നത്. ഒന്ന് വേഗം കോൾ എടുക്കടാ. ആരെങ്കിലും അത്യാവശ്യക്കാരി വിളിക്കുന്നതായിരിക്കും. ഫോൺ എടുക്ക ഹരിയേട്ടാ. എടുക്കുന്നില്ലെന്നേ. മര്യാദയ്ക്ക് ഫോൺ എടുക്ക. ഞാൻ പോയി താക്കോൽ എടുക്കട്ടെ. കൊച്ചേട്ടനാണല്ലോ. എന്താണോ പതിവില്ലാതെ ഈ സമയത്ത്? ഹലോ എടാ, എത്ര തവണ വിളിച്ചു? നീ ഇതെവിടെയാടാ? ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു. ഇപ്പൊ വീട്ടിൽ എത്തിയുള്ളൂ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അച്ഛനും അമ്മയും എത്തിയിട്ടുണ്ട്. ആഹാ, എപ്പോ? കുറച്ചു നേരമായി. ഓട്ടോയിലുണ്ട്. ഞാൻ അവരോട്ട് വീട്ടിലേക്ക് വരിക. വേഗം വാ മുരളിയേട്ടാ. എത്ര ദിവസമായി അച്ഛനമ്മയും കണ്ടിട്ട്. ആരെയും ഞാനും കൂടെ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിട്ട് വരാം. എടാ, നീ പൊട്ടനാണോ അതോ പൊട്ടനാണെന്ന് ഭാവിക്കുകയാണോ? എന്താ മുരളിയേട്ടാ, അവർ ഭക്ഷണം കഴിച്ചോ? എടാ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അച്ഛനും അമ്മയ്ക്കും അറിയില്ലല്ലോ. എന്റെയും പ്രസാദന്റെ വിവാഹം കഴിഞ്ഞു. ആരതി അഞ്ജലി ചേച്ചി നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേ ആത്മഹത്യയാണോ കൊലപാതകമാണോ നടക്കാൻ പോകുന്നത് നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ശരിയാ, നമ്മളവർ കൊന്നു കുഴിച്ചുമൂടായിരുന്ന ഭാഗ്യം. ഞാനതൊന്നും ഓർത്തില്ല കൊച്ചേട്ടാ. അവരെ കണ്ട സന്തോഷത്തില് ആദ്യം ഞാനും ഇത് ഓർത്തില്ലടാ. ഇതിപ്പോ വൻ സീനാവുമല്ലോ. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവരെ ഇപ്പോ പെട്ടെന്ന് ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരത്താ ഞങ്ങള്. ഉടനെ വരും. ഇങ്ങോട്ടോ? ഇങ്ങോട്ട് വന്നാൽ ഭയങ്കര കുഴപ്പമാവുന്നേ. കുഴപ്പമുണ്ടാവാതെ നീ വേണം നോക്കാൻ. അത് പറയാനാ ഞാൻ വിളിച്ചത്. എന്താടാ മുരളി, കുഴപ്പമുണ്ടോ? വേറെ വണ്ടി വിളിക്കണോ? വേണ്ട അച്ഛാ, ഇപ്പൊ ശരിയാവും. എടാ, അച്ഛൻ വിളിക്കുന്നു. ഞാൻ വെക്കുവാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് മാറ്റാനുള്ളതെല്ലാം ഉടൻ മാറ്റണം. തടയേണ്ടവരെല്ലാം ഉടൻ തടയണം. ഞാൻ അവിടെ അച്ഛനെ അമ്മയും കൊണ്ട് വരുമ്പോ പഴയതുപോലെ നമ്മൾ 4 പേര് മാത്രമേ അവിടെ കാണാൻ പാടുള്ളൂ. ശരി, ഞാൻ വെക്കുക. എന്റെ പൊന്നു മുരളി, ഇതിനകത്തിരുന്ന് ഉരുകുക. ഒന്ന് വേഗം വാ. ശരിയാ അച്ഛാ. അച്ഛനമ്മയെ കുറച്ച് ബുദ്ധിമുട്ടിയല്ലേ? നീ വേഗം ഒന്ന് വണ്ടി എടുക്കടാ. ഹരിയേട്ടാ, പുഷ്പേട്ടൻ താക്കോല് അടുക്കളയിലെ ജനാലയുടെ മേലിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നമുണ്ടടി. എന്താ? ഞങ്ങളുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട് ഇങ്ങോട്ട്. അയ്യോ, അവർക്കൊന്നും അറിയില്ലല്ലോ. ഇല്ല, അതാ പ്രശ്നം. ഇനി എന്ത് ചെയ്യും ഹരിയേട്ടാ? എനിക്കറിയില്ല എൻ്റെ ഈശ്വരാ. ഭഗവാനെ, ഹരി പറഞ്ഞതുപോലെ എല്ലാം ശരിയായി ചെയ്താൽ മതിയായിരുന്നു. ഇനി ആരതി എങ്ങാനും എന്നെ കാണാതെ നടന്നു വരില്ലായിരിക്കുമോ? നീ ആരെടാ ഇങ്ങനെ നോക്കുന്ന മുരളി? ഹേയ്, കുറച്ച് കാറ്റ് കൊണ്ടതാ. പുറത്തോട്ട് തലയിട്ട് തന്നെ വേണം കാറ്റ് കൊള്ളാൻ. മര്യാദയ്ക്ക് വണ്ടി ഓടിക്ക്. വീട്ടിൽ ചെന്ന് കയറിയാലേ ഒരു സമാധാനമാവും. അതെ, വീട്ടിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരാശ്വാസവും സമാധാനവും. അത് ഓർക്കുമ്പോഴേ ഉള്ള ആശ്വാസം കൂടെ പോവാ. എന്താ മോനെ പറഞ്ഞത്? ഹേയ്, അച്ഛനും അമ്മയും വന്നത് ആശ്വാസമായി എന്ന് പറയായിരുന്നു. ഞാൻ അകത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാല്ലേ ഹരിയേട്ടാ? എന്തെങ്കിലും ചെയ്. എനിക്ക് ഓർക്കുമ്പോ തന്നെ തലയിറങ്ങുമോ? ഇത്രയും കാലം വലിയേട്ടനും കൊച്ചേട്ടനും ഓരോന്ന് കൂട്ടുന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടാതിരിക്കൂ? അത്രയ്ക്ക് ഭീകരനാണോ ഹരിയേട്ടന്റെ അച്ഛൻ? സ്വയം ഭീകരനായിട്ടാണോ? എടീ, മക്കൾ രണ്ടുപേരും ആരെയും അറിയിക്കാതെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്ന് അറിഞ്ഞാ ഏതൊരച്ഛനും ഭീകരനായി പോവും. ആകെ പ്രശ്നമായല്ലോ. നീ എന്തിനാണ് ഇനി ഇവിടെ നിൽക്കുന്നത്? എന്നെയും കൂടി കൊലയ്ക്ക് കൊടുക്കാനോ? എന്നാ പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിക്കട്ടെ? നീ ഒളിച്ചാ മാത്രം പ്രശ്നം തീരുവോ? ഇനിയും ആരൊക്കെ ഇവിടെ വരാൻ കിടക്കുന്നത്? അത് ശരിയാ. കുഞ്ഞേച്ചി, വല്യേച്ചി, സീതമ്മ. തൽക്കാലം കൂടുതലൊന്നും ആലോചിക്കണ്ട. കൊച്ചേട്ടൻ പറയുന്ന പോലെ ആരെങ്കിലും ഒക്കെ തടഞ്ഞേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ
ഈ വളവ് കഴിഞ്ഞുള്ള റോഡരികില് ഞാൻ പോയി കാത്തിക്കാം. മിനിമം കുഞ്ഞേച്ചി വരുമ്പോഴെങ്കിലും തടഞ്ഞു നിർത്താലോ. ആ അത് നല്ല ഐഡിയ. കുഞ്ഞേച്ചിയെ മാത്രമാക്കണ്ട, ആവശ്യമില്ലാതെ വരുന്ന എല്ലാവരെയും തടഞ്ഞോ. ആ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം നമുക്ക്. ശരി. ഈശ്വരാ, പരീക്ഷിക്കല്ലേ. ഇവിടെ നിന്നാ മതി. ആരെങ്കിലും ദൂരെ നിന്ന് വന്നാ കൃത്യമായി കാണാം. ഈശ്വര, കുഞ്ഞേച്ചി ഈ വഴി തന്നെ ഉടൻ വരണേ. അല്ല, അച്ഛനും അമ്മയും വരുമ്പോ നമ്മുടെ മുറിയിൽ വല്ലതും കയറിയാലോ? എന്റെ ഡ്രസ്സും പുസ്തകവും എല്ലാം വാരി വലിച്ചിട്ടേക്കുവാണല്ലോ. എന്ത് ചെയ്യും ഇനി? എന്തായാലും അവരിങ്ങ് വരാൻ കുറച്ച് സമയമെടുക്കും. വേഗം പോയി അതെല്ലാം എടുത്തു മാറ്റി ക്ലീൻ ചെയ്തിട്ട് വരാം. എന്റെ അമ്മേ, വലിയ പണിയാണല്ലോ. ആണുങ്ങൾ മാത്രം താമസിക്കുന്ന ഈ വീട്ടില് ഇത്രയും ലേഡീസ് കപ്പിൾസോ? ഇതാരുടെയാണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ആ, പുഷ്പൻ ചേട്ടന്റെ ആണെന്ന് പറഞ്ഞാലോ? നിന്ന് മണ്ടത്തരം പറയാതെ അതെല്ലാം വാരിക്കൊണ്ടുപോയി ഒളിപ്പിക്കണം. ഹരി ഇതെവിടെ പോയി? എന്തെങ്കിലും മാറ്റാനോ ഒളിപ്പിക്കാനോ പോയതായിരിക്കും. വേഗം ചെന്ന് എന്റെ സാധനങ്ങൾ റൂമിൽ നിന്ന് മാറ്റിയേക്കാം. ഓ, സമാധാനമായി. ഇനി വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാ മതി. അയ്യോ, സൂക്ഷിച്ചിറങ്ങണേ. ഇറങ്ങാച്ച. അമ്മേ, അച്ഛാ, നിങ്ങൾ വരുമെന്ന് അറിഞ്ഞത് മുതല് ഞാനിവിടെ കാത്തു നിൽക്കുമായിരുന്നു. വെൽക്കം, വെൽക്കം ബാക്ക്. എന്താടാ, ഞങ്ങള് വരുമെന്ന് അറിഞ്ഞ മുതലോ? അതെ. അതിന് ഞങ്ങൾ രണ്ടുപേരും നിന്നെ ഫോൺ വിളിക്കുകയോ അറിയിക്കുകയോ ചെയ്തില്ലല്ലോ. അതെ, അറിയിച്ചില്ല. പിന്നെ എങ്ങനെ നീ അറിഞ്ഞു ഞങ്ങൾ വരുന്നു? അത് പിന്നെ ഞാൻ വേറെന്ത് ഓർക്കാനാച്ചാ? എപ്പോഴും നിങ്ങളുടെ കാര്യം മാത്രമേ എനിക്ക് ഓർക്കാനുള്ളൂ. അപ്പൊ ഒരു തോന്നൽ, ഇന്ന് നിങ്ങൾ വരുമെന്ന്. എന്തായാലും കണ്ടോ, ഞാൻ കാത്തിരുന്നത് പോലെ നിങ്ങളൊന്ന് വന്നിരിക്കുന്നു. ഇതിനെയാണ് നിസ്വാർത്ഥ പ്രണയം എന്ന് പറയുന്നത്. നിസ്വാർത്ഥ പ്രണയോ? ഹേയ്, ഇഷ്ടം, അടുപ്പം. നിസ്വാർത്ഥ അടുപ്പം എന്നാണ് ഉദ്ദേശിച്ചത്, അല്ല? അത് തന്നെ. വരൂ വരൂ വരൂ, അച്ഛനമ്മയും മുന്നോട്ട് വരൂ. വരൂ. എടാ, അത് ഗേറ്റാ, ഇങ്ങോട്ടാ മുൻവാതിൽ. ഓ സോറി, വീടൽപ്പം മാറിയിരിക്കുകയാണല്ലേ. ഇതെന്താ ഇവൻ ഇത്ര വെപ്രാളം? ഇത് വെപ്രാളം അല്ലമ്മേ, പ്രേമം. പ്രേമം എന്ന് വെച്ചാ ഇഷ്ടം, അടുപ്പം. അതാ ഇവൻ ഉദ്ദേശിച്ചത്.
തങ്ങി സ്ലിപ്പായതാ. ആ അതെ അതെ. അമ്മ അച്ഛനും വന്നാട്ടെ. നിങ്ങൾ എന്താ ഇങ്ങനെ പതുക്കെ നടക്കുന്നത്? സ്പീഡിൽ നടക്ക്. അതെന്താ പതുക്കെ നടന്നാല്? അല്ല വല്ല പിള്ളേർ കൊടുത്ത കാര്യം പിടിച്ചോണ്ടാതിരിക്കാൻ വേണ്ടിട്ട്. പിള്ളേരെ അടുത്ത് കരോത്തും. നിനക്ക് ശരിക്കും ഭ്രാന്തായോ അതോ കോമഡി അടിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ പറയണം, ചിരിക്കാനാ. ഇതാണ് കോമഡി. നാട്ടിൽ നിന്ന് വന്ന അമ്മ വരെ കോമഡി പറഞ്ഞു തുടങ്ങി. തമാശ തമാശ. എന്താ രണ്ടുപേരും ഇത്ര ആലോചിക്കുന്നേ? അകത്തോട്ട് കേറി വാ. എടാ പുറകിലോട്ട് നോക്കടാ. എടാ എവിടെയിലോട്ട് നോക്കാൻ? ആര്യ പുറകിലോട്ട് നോക്കണം. ആര്യ പുറകിൽ. ഏതാടാ ഈ പെണ്ണ്? അതെ പെണ്ണ്. ഏതാടാ ഈ പെണ്ണ്? അതെ പെണ്ണ്. മറുപടി പറയടാ, ഏതാ ഈ പെണ്ണെന്ന്? അതെ പെണ്ണ്. അതെ അതെ പെണ്ണ്. ആ ഏതാ ഈ പെണ്ണ്? അതെ പെണ്ണ്. അല്ലേ മുരളിയേട്ടാ? അതെ അതെ പെണ്ണ് അല്ലേ? അതെ അതെ. നിങ്ങൾ താമസിക്കുന്നിടത്ത് ഇവക്ക് എന്താ കാര്യം? ആരാ ഇവിടെ? അതെ ഈ പെണ്ണ് അല്ലേ? അത് തന്നെ ഈ പെണ്ണ്. നിർത്തടാ. ഏതാ ഈ പെണ്ണെന്നാ ചോദിച്ചത്? അതെ ഏതാ ഈ പെണ്ണെന്നാ അച്ഛൻ ചോദിച്ചത്. ഏതാ ഈ പെണ്ണെന്നാണ് അച്ഛന്റെ ചോദ്യം. അത് തന്നെ അച്ഛന്റെ ചോദ്യം. എന്താടാ കളിയാക്കാണോ? എത്ര വട്ടം ചോദിച്ചു ഈ പെണ്ണ് ഏതാന്ന്? നിനക്കൊന്നും മറുപടിയില്ലേ? മറുപടി ഉണ്ടല്ലോ. മറുപടി ഉണ്ട്. മറുപടി. ഓ മറുപടി മറുപടി. അയ്യോ ആഹാ, നിങ്ങളിത് എപ്പോ വന്നു പിള്ളേരെ? അല്ല ഇവരൊക്കെ ആരാ? ആരാന്ന്? അത് കൊള്ളാം. ഇതേ ഞങ്ങളുടെ അച്ഛനും അമ്മയാ. എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യണം. ഈ സ്ത്രീ ഏതാടാ? ഇവർക്കെന്താ ഇവിടെ കാര്യം? ഈ സ്ത്രീയോ? അതെ ഈ സ്ത്രീ. ആരുടെ ഇവര്? ആരാന്ന്? ഇത് ഇവര് അവളുടെ അമ്മയാ. അതെ അതെ ഇവളുടെ അമ്മയത്. അതെ അതെ ഇവരുടെ മകളാണ് അവള്. അതെ അതെ ഇവരുടെ മകളാ ഇവള്. അയ്യോ ആ അതെ അതെ എന്റെ മകളാ ഇവള്. നിർത്തടാ നിർത്ത. ഇവരമ്മയും മകളുമാണ്. ആയിക്കോട്ടെ, പക്ഷേ ഇവർക്കെന്താ ഇവിടെ കാര്യം? പറയടാ, ഇവർക്കെന്താ ഇവിടെ കാര്യമെന്ന്? ഇവരിവിടെ അല്ലേ? ഇവിടുത്തെ ജോലിക്കാരി. അതെ ജോലിക്കാരി. ജോലിക്കാരിയോ? ഞാനോ? അതെ സ്ഥിരപ്പെടുത്തി. ഇവിടുത്തെ ജോലിക്കാരിയാണ് ഇവര്. ജോലിക്കാരി? ഇവരോ? അതെ ജോലിക്കാരിയാ. അപ്പോ ഈ പെൺകുട്ടിയോ? ഇവര് ജോലിക്കാരിയല്ലേ?
അപ്പോ അവര് ജോലിക്കാരിയാവുമ്പോ ഇവള് ജോലിക്കാരിയുടെ മകള്. അതെ, ജോലിക്കാരുടെ മകളാ. അതിന് ഇവളെ കണ്ടിട്ട് ഒരു വീട്ടു ജോലിക്കാരുടെ മകളാണെന്ന് തോന്നുന്നില്ലല്ലോ. അതെ, തോന്നുന്നില്ല. ഇല്ല, നല്ല വേഷം രൂപവും. തോന്നുന്നേ ഇല്ല. ഇല്ലെന്നേ. ഇങ്ങ് വന്നേ, വാ. ഇവളെ ജോലിക്കാരിയുടെ മകളായിട്ട് അംഗീകരിക്കാൻ നിങ്ങൾക്ക് വിഷമം കാണും അല്ലേ? കൊള്ളാച്ച, കൊള്ളാം. ഇവളുടെ അമ്മ വീട്ടുജോലിക്ക് പോകുന്നതുകൊണ്ട് ഇവൾക്ക് നല്ലൊരു വേഷം ഇടാൻ പറ്റില്ലേ? കുറച്ച് മേക്കപ്പ് ഇടാൻ പറ്റില്ലേ? പഠിക്കാനോ നല്ലൊരു ജോലി ചെയ്യാനോ പറ്റില്ലേ? എത്ര പരിതാപകരമാണ് നിങ്ങളുടെയൊക്കെ ചിന്ത. കാലം മാറിയത് അറിയുന്നില്ലേ നിങ്ങളാരും? മതി, പ്രസംഗം നിർത്ത്. നീ വിഷയം മാറ്റാതെ വീട്ടു ജോലിക്കാരുടെ മകൾക്ക് പഠിക്കാം, ജോലി ചെയ്യാം, നല്ല വേഷവും ഇടാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ ഇവിടെ ഈ വീട്ടില് ഇവൾക്ക് എന്താ കാര്യമെന്നാ ഞാൻ ചോദിച്ചത്. അതെ അതെ, എന്താ കാര്യം? സമാധാനം പറയടാ. ഈ വീട്ടിനകത്ത് ഇവൾക്ക് എന്താ കാര്യം? പറയടാ. അതെ, ഈ സ്ത്രീ നമ്മൾ വരുമ്പോ ഇല്ല. പക്ഷേ അപ്പോഴും ഈ പെണ്ണ് ഈ വീടിനകത്തുണ്ട്. എന്താ അതിന്റെ അർത്ഥം? പറയടാ. ഞാൻ പറഞ്ഞാൽ മതിയോ? അതാരാണെന്നല്ലേ ചോദ്യം. അത് ഇവരുടെ മകൾ. ഇവൾ എന്റെ സഹോദരി. അതെ, അതാണല്ലോ പറഞ്ഞത്. ഇത് പുഷ്പഞ്ചേട്ടന്റെ സഹോദരി, അത് സഹോദരിയുടെ മകള്. അതെ അതെ, അനന്തരവള്. അതെ, ഇതമ്മ, അത് അനന്തരവള്. അതെ, ഇത് അനന്തരവൾ, അത് അമ്മ. അച്ഛനും അമ്മയ്ക്ക് നമസ്കാരം പറപ്പോളെ. നമസ്കാരം. നമസ്കാരം അമ്മേ. നല്ല കുട്ടി, എനിക്കിഷ്ടായി. എങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാതെ കയറി പോയ എല്ലാരും. എന്തൊക്കെ ചുമക്കണം. അപ്പൊ ശരി, അച്ഛനും അമ്മയും പോയി ഫ്രഷ് ആയിക്കോ. ആ, ഒന്ന് കുളിക്കണം, എന്നാലേ ക്ഷീണം മാറും. അയ്യോ, അമ്മ അവനൊക്കെ ആരതി ചേച്ചിയുടെ മുറിയിലേക്കായിരിക്കോ പോകുന്നത്? ചേച്ചിയുടെ ഡ്രസ്സും മറ്റു സാധനങ്ങളും അവിടെ ഉണ്ടാവുമല്ലോ. അമ്മ, അമ്മാവനും ഏത് കണക്കില്? സോറി. എന്താ എന്താ മോളെ? ആ മുറി ക്ലീൻ ആക്കിയിട്ടില്ല, വേറെ മുറി കൊടുക്ക്. അത് ശരിയാ. നിങ്ങള് മുരളിയുടെ അപ്പുറത്തെ മുറി പോയിച്ചാ മതി. ശരി. സമാധാനമായി. ഞാനോർത്തു എനിക്ക് വല്ല അറ്റാക്കും വരുമെന്ന്. നിന്ന് വാചകം അടിക്കാതെ വേഗം വന്നേ. മുരളിയേട്ടന്റെ മുറിയിൽ നിന്ന് ആരതി ചേച്ചിയുടെ സാധനങ്ങളെല്ലാം മാറ്റണം. വാ. ശരിയാ. ഓടി വാ.
ഹോ. സത്യം പറഞ്ഞ കംപ്ലീറ്റ് കുളമാകുന്ന കരുതിയിരിക്കായിരുന്നു ഞാൻ. തൽക്കാലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു തന്നെ മഹാഭാഗ്യം. അങ്ങനെ ഭാഗ്യമൊന്നും ഉറപ്പിക്കാൻ വരട്ടെ. ഏ? കഷ്ടകാലം എപ്പോ വേണമെങ്കിലും വണ്ടിയും പിടിച്ച് വരൂന്നാ എന്റെ ഒരു തോന്നല്. ചേട്ടാ നീ നാക്ക് വളർത്തൊന്നും പറയാതടാ. ആഗ്രഹിച്ച് പറഞ്ഞതല്ല, അതുപോലത്തെ അവസ്ഥയാ ഇപ്പൊ നമ്മുടെ ജാതകത്തിൽ എന്ന് പറഞ്ഞതാ. പറഞ്ഞു തീർന്നില്ല. ദേ മുരളിയുടെ കഷ്ടകാലം നടന്നെത്തിയിട്ടുണ്ട്.